കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് മറുപടികൾ തരുന്നു. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. നമ്മൾ ഏത് വിഷയവും ദൈവമായി ദൈവസ്ഥലിൽ ചെല്ലുമ്പോൾ തക്ക സമയത്ത് മറുപടി തന്ന് നമ്മൾ നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് 1 മുതൽ 4 ഭാഗങ്ങളാണ് പഠിച്ചു നിർത്തിയത്. ഈ അധ്യായത്തിനകത്ത് 2 പർവ്വതങ്ങളോട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന് സെയീർ പർവ്വതം, മറ്റ് ഇസ്രായേലിലെ പർവ്വതങ്ങൾ. 2 രാജ്യങ്ങളെ 2 പർവ്വതങ്ങളോട് സാമ്യപ്പെടുത്തി, അഥവാ 2 പർവ്വതങ്ങൾ പ്രതിനിധീകരിക്കുന്നത് 2 രാജ്യങ്ങളെയും ആ രാജ്യത്തിലെ പ്രജകളെയുമാണ്, ജനങ്ങളെയുമാണ് ഇതിനകത്ത് പ്രതിദാനം ചെയ്യുന്നത്. അതിൽ സെയീർ പർവ്വതം എന്ന് പറയുന്നത് ഏദോമ്യർ എന്ന് പറയുന്ന ജനങ്ങളുടെ കേന്ദ്ര സ്ഥലമാണ് സെയീർ പർവ്വതം. ഈ 2 സന്ദേശം, ഒന്ന് ഏദോമ്യർക്ക് വേണ്ടിയുള്ള സന്ദേശവും മറ്റൊന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള സന്ദേശമാണ്. സോദോമിനെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഇതിനു മുൻപുള്ള ചില അധ്യായങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരല്പം വേറെ നിലയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏദോമ്യരും ഇസ്രായേലും ജനങ്ങളും തമ്മിൽ 2 ബ്രദേഴ്സിൻ്റെ സന്താന പരമ്പരകളാണ്. യാക്കോബിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇസ്രായേൽ, ഏശാവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഏദോമ്യർ. ഏദോമ്യരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സെയീർ പർവ്വതം. അതുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്നത് സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് പറയണം എന്നാണ് പറയുന്നത്. അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് എഴുതി ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ന്യായവിധി വരുന്നതെന്നും വളരെ വ്യക്തമായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഭാവിയിൽ ഒരുക്കപ്പെടുവാൻ പോകുന്ന, പുനഃസ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന രാജ്യം, അതിൻ്റെ ഭരണ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന് തുടക്കം മുതൽ നമ്മൾ നോക്കുമ്പോൾ ന്യായവിധിയുടെ കാര്യങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ പറയുകയാണ്. എന്താണ് ന്യായവിധി കാരണമെന്ന് ഒന്നാമത് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് അതിന് 4-ാം വാക്യത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നമുക്കതുകൊണ്ട് 35-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നീ നിത്യവൈര്യം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യകാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനേൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം നീ വെറുത്തിരിക്കുന്നു. രക്തം നിന്നെ പിന്തുടരും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ ഞാൻ സെയീർ പർവ്വതത്തെ പാഴും ശൂന്യവുമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ അതിന്റെ മലകളെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല
നദികളിലും വാളാൽ നിഹതന്മാരായവർ വീഴും. ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും. നിന്റെ പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെയിരിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഓക്കെ, ഇത് എഴുതി ആരംഭിക്കുമ്പോൾ വിദ്വേഷം ഉണ്ടാകാനുള്ള കാരണം അഥവാ ന്യായവിധി ഉണ്ടാകാനുള്ള കാരണം അവിടെ വായിക്കുന്നു, നീ നിത്യ വൈര്യം ഭാവിച്ചു എന്ന് പറഞ്ഞാൽ നീ പുരാത കാലം തൊട്ട് നീ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്നു. നിന്റെ നിത്യമാകുന്ന വൈരാഗ്യം. നാളെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? നിത്യമാകുന്ന വൈരാഗ്യം നിമിത്തമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ആ നിത്യമാകുന്ന വൈരാഗ്യം നിമിത്തം ഇസ്രായേൽ ജനത്തെ തരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കുകയും പല നിലകളിൽ അവരോട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ദൈവം അവർക്ക് വേണ്ടി ന്യായവിധിയുടെ ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ജനം സമൂഹത്തിൻ്റെ പാപങ്ങൾ ദൈവം വളരെ കാലം ഓർമ്മയിൽ വെക്കുക മാത്രമല്ല, അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്, കർത്താവിൻ്റെ മഹാദിവസം എന്ന് പറഞ്ഞൊരു ദിവസം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു, അമോന്യർ ഇസ്രായേലിന്റെ യാത്രയെ എതിർത്തപ്പോൾ ദൈവം ശൗലിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, ഞാനത് കുറിച്ചു വച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ആ വൈരാഗ്യം, ആ സ്പർദ്ധ എന്നും അത് നിലനിൽക്കാനോ അത് തുടരുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പഴയ വിദ്വേഷം അവസാനിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവരെ പഴയ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് പോവുകയാണ്. ഈ പഴയ വിദ്വേഷ നിമിത്തം ഇവർ സമയം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നു. ഇതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഇവിടെ മേൽ ദൈവത്തിന് ന്യായവിധി അയക്കണമെന്ന്. മറ്റൊരു കാര്യം, ഒരു പുരാതന വിദ്വേഷം അത് നിലനിർത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊരു പരിഹാരം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ആ വൈരാഗ്യം, ആ വിദ്വേഷം ഹൃദയത്തിൻ്റെ അകത്ത് സംഗ്രഹിച്ചുകൊണ്ട് നടന്ന് സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ അന്ത്യാകൃത്യകാലമായ അവിടെ ആപത്ത് കാലത്ത് ഇസ്രായേലിനെ അവരുടെ ശിക്ഷയുടെ അവസാന ഘട്ടത്തിൽ അഥവാ അവരുടെ ദുരന്ത സമയത്ത് വാളിനേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് മേൽ ദൈവത്തിന് ന്യായവിധി വരുന്നുണ്ട്. ആ ന്യായവിധി വന്നപ്പോൾ ഈ സോദോമ്യർ ഇത് കണ്ടിട്ട് അതിൽ സന്തോഷിക്കുകയും ആ ആക്രമിക്കാൻ വന്ന ബാബിലോൺ സൈന്യത്തിന് സഹായകരമായി പ്രവർത്തിച്ചു. അതാണ് ഭാഗം അന്ത്യാകാലം എന്നുള്ള ഭാഗത്ത് അന്ത്യാകൃത്യകാലമായ അവിടെ ആപത്ത് കാലത്തെന്ന് പറയുന്നത് അതാണ്. അവരിങ്ങനെ തരം നോക്കി നിൽക്കുകയാണ്, ഏത് സമയം കിട്ടിയാലും ഇവരെ ഉപദ്രവിക്കണം. അങ്ങനെയാണ് ബാബിലോൺകാർ ഇവരെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ആ സമയം നോക്കി ഇവർ ആ വിദ്വേഷപ്രകാരം ബാബിലോൺകാരെ സഹായിക്കുകയും പല നിലകളിലും അവർ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചു. ആ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും
രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരുന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്തുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള കാരണം? അതിനെക്കുറിച്ച് ഓബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ച്. ഓബദ്യ ചാപ്റ്റർ 1 വേഴ്സ് 8 and 9. അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിൽ നിന്ന് വിവേകത്തെയും നശിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തോമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ ഇനിയിപ്പോൾ ബാബിലോൺകാർ വന്ന് യെരൂശലേമിനെ നശിപ്പിച്ച് യഹൂദയെ നശിപ്പിച്ചപ്പോൾ ഏദോം ചെയ്ത കാര്യമാണ് വായിക്കുന്നത്. വായിച്ചേ. നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ടു രസിക്കേണ്ടതല്ല. നീ യഹൂദരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിന്മേൽ നീ കൈവെക്കേണ്ടതല്ല. അവന്റെ പാലായുധന്മാരെ ഛേദിച്ചു കളവാൻ നീ വഴിത്തലയ്ക്കൽ നിൽക്കേണ്ടതല്ല. കഷ്ട ദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമല്ല. മതി. നോക്കണം, ഇവിടെ ബാബിലോൺകാർ വന്ന് ആക്രമിക്കപ്പോൾ അതിനുവേണ്ടി മുൻപോട്ട് വന്നപ്പോൾ ഏദോമിന് ചെയ്തു കൊടുത്ത കാര്യമാണ് ഈ ഭാഗത്ത്, എസ്പെഷ്യലി 12 മുതൽ വാക്യങ്ങളിൽ പറയുന്ന ഭാഗം അതാണ്. നിന്റെ ജോലിയല്ല ആപത്ത് ദിവസത്തിൽ അവിടെ വാതിലിനകത്ത് കടക്കേണ്ടത്. എന്തോ ചെയ്തു? ഈ തരം നോക്കി ബാബിലോൺകാർ ഇത് കോട്ടയ്ക്കകത്ത് കയറി മനുഷ്യരെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സമയം നോക്കി ഇവരും ആ കൂട്ടത്തിൽ കയറി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. അതിനാണ് നീ അവരുടെ വാതിലിനകത്ത് കയറി കടക്കേണ്ടതല്ല, പക്ഷെ വാതിലിനകത്ത് കയറി. അവരപായ ദിവസം നീ അവിടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല, അത് ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ അപായ ദിവസം അവിടെ സമ്പത്തിന്മേൽ നീ കൈവെക്കേണ്ടതല്ല. അപ്പൊ ആ കൂട്ടത്തിൽ കൊള്ളയടിക്കാവുന്നതൊക്കെ കൊള്ളയടിച്ചു. അപ്പൊ നോക്കണം, ഇസ്രായേലിനെ ബാബിലോൺകാർ ആക്രമിക്കാൻ വന്നപ്പോൾ ഇതാണ് രക്തം ചൊരിഞ്ഞെന്ന് പറയുന്ന കാരണം. അവിടെ നടന്ന സകലത്തിൻ്റെ കൂടെ നിന്നിട്ട് ബാബിലോൺകാർക്ക് സപ്പോർട്ട് കൊടുത്തു. രണ്ടാമത് അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് ഓടുവാൻ ശ്രമിച്ചവരെ ആ പാവങ്ങളെയും ഛേദിച്ചു കളഞ്ഞു എന്നാണ് ആ ഭാഗം പറഞ്ഞു നിർത്ത്. പാലായുധന്മാരെ ഛേദിച്ചു കളവാൻ നീ വഴിത്തലയ്ക്കൽ നിൽക്കേണ്ടതല്ല. അവൻ വഴിത്തലയ്ക്കൽ നിന്നിട്ട് അതുവഴി ഓടിപ്പോകാൻ രക്ഷപ്പെടുന്നവരെ അവൻ പിടിച്ചു കൊന്നു. അവരുടെ രക്തം അവിടെ ചൊരിഞ്ഞു. അപ്പൊ ഇവനെ ഏൽപ്പിക്കാത്തത് അവൻ ചെയ്തു. ദൈവം ബാബിലോൺകാരെയാണ് ഇസ്രായേലിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ബാബിലോൺകാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഏദോമിന്റെ കയ്യിലല്ല. എന്നാൽ അവൻ്റെ വൈരാഗ്യവും അവൻ്റെ വിദ്വേഷവും നിമിത്തം അവൻ തരം കിട്ടിയപ്പോൾ അകത്ത് കയറിയിട്ട് ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം അവന് വേണ്ടി ഒരു ക്രോധ ദിവസം മാറ്റിവെച്ചു. ദൈവം അവന് വേണ്ടി ഒരു ന്യായവിധി ദിവസം മാറ്റിവെച്ചു. അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കണം, ഏദോമ്യർ
ഈ നിലയിലാണ് ജനത്തോട് പ്രവർത്തിച്ചത്. ഇസ്രായേൽ മക്കളുടെ രക്തം അവർ ചൊരിഞ്ഞു. അവരും ആ കൂട്ടത്തിൽ വാളും പിടിച്ച് അകത്ത് കയറി കൊല്ലേണ്ടവരെ കൊന്നു, സമ്പത്ത് പിടിച്ചെടുത്തു. ഓടിപ്പോൻ രക്ഷപ്പെട്ടിട്ട് അവൻ ഓടിപ്പോൻ ശ്രമിച്ചവരെ അവൻ പിടിച്ചു കൊന്നു. അവർ ചോദിക്കാനാ? ആരും ചോദിക്കാനില്ലല്ലോ. ആരാരെ കൊന്നെന്ന് അറിയത്തില്ലല്ലോ. സാധുക്കളല്ലേ എന്നൊക്കെ ചിന്തിച്ച് ചെയ്തത് ഒരു വലിയ ക്യാമറ പോലെ, ഇന്നത്തെ ഭാഷ പറയും AI ക്യാമറ പോലെ ഒരു ക്യാമറ ഉയർത്തുന്ന സകലവും ഒപ്പിയെടുത്തിട്ട് അത് ദൈവം ഏൽപ്പിക്കാത്തവർ അത് ചെയ്തപ്പോൾ ദൈവം അത് കുറിച്ച് വെച്ചിട്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ദിവസമാകുന്ന ന്യായവിധി ദിവസം അവൻ്റെ മേൽ ന്യായവിധി ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് 137 സംഗീതം 7-ാമത്തെ വാക്യം വായിച്ചേ. 137 സംഗീതത്തിന്റെ 7-ാമത്തെ വാക്യം. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. അവിടെ വായിക്കുന്നത് വിളിച്ചു പറ, ഇടിച്ചു കളവീൻ, അതിനെ അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ. ഏതോമ്യർ വിളിച്ചു പറഞ്ഞു. നോക്കണം, ആ യുദ്ധത്തിൻ്റെ ഇടയിൽ ആ മുഴുവൻ കീഴടക്കാൻ ചെന്നതിന് നടുവിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ആരും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞത് കർത്താവ് ഇതെല്ലാം കേട്ടു കണ്ടു, ഇതെല്ലാം കുറിച്ചു വെച്ചു. പിൽക്കാലങ്ങളിൽ വന്നപ്പോൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. അവർ അത് തൻ്റെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു. അവർ വിളിച്ചു പറഞ്ഞ് ഇടിച്ചു കളവീൻ, ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ എന്നാ. ഇന്ന് പകൽ രാത്രി നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുത, ഇസ്രായേൽ ജനത്തിനെതിരെ ദൈവം ബാബിലോൺകാർ നിമിത്തം ന്യായവിധി അയച്ചപ്പോൾ ദൈവം ബാബിലോൺകാരെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ പൂർവ്വ വിദ്വേഷം വെച്ച് ഏദോമ്യർ അതിനകത്ത് കയറുകയും അവർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ദൈവം തമ്പുരാൻ കണ്ടിട്ട് അതങ്ങനെ കുറിച്ചു വെച്ചിട്ട് ഒരു ന്യായവിധി ദിവസത്തിന് വേണ്ടി അത് മാറ്റിവെച്ചു. ദൈവജനത്തോടെ ഈ കാര്യത്തിൽ ഞാൻ പറയട്ടെ, നമ്മളെ ആരെന്തെല്ലാം പറയുന്നാലും, നമ്മളെ ആരെന്തെല്ലാം ചെയ്താലും നമ്മളതൊന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. പലപ്പോഴും അവർ ചിന്തിക്കും നമ്മൾ സാധുക്കളാണ്, നമുക്ക് പ്രതികരിക്കാൻ നമുക്കറിയത്തില്ല, നമുക്ക് പ്രതികരണ ശേഷിയില്ല, നമുക്ക് പ്രതികാരം ചെയ്യാൻ അറിയത്തില്ല, നമുക്ക് പട്ടാളമില്ല, നമുക്കാരുമില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിനിസ്റ്റേഴ്സ് ഇല്ല, ക്യാബിനറ്റ് ഇല്ല, ഒന്നുമില്ല എന്ന് ലോകം ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, ആരെല്ലാം തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്നുവോ അതെല്ലാം തമ്പുരാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട്, ആര് കണ്ടില്ലെങ്കിലും നീ വിളിച്ചു പറഞ്ഞതും നീ ചെയ്തതും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് തൻ്റെ ജനത്തിനെതിരെ പോരാടിയ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്, ന്യായവിധി ദിനം. നമ്മളറിയുന്നില്ല നമ്മളെ ഉപദ്രവിക്കുന്നവരാരെല്ലാമാണെന്ന്, നമുക്കെതിരെ ദൂഷണം പറയുന്നവരാരാണ് നമുക്കറിയത്തില്ല. ആരെല്ലാം എവിടെയില്ല ഇവർ നമുക്ക് വേണ്ടി ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയത്തില്ല. എവിടെയെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല, നമുക്കറിയുകയും വേണ്ട. അവർ എന്നാൽ ഓർത്തുകൊള്ളണം, ഇതെല്ലാം കാണുന്ന ഒരു AI ക്യാമറ സ്വർഗത്തിലുണ്ട്. അതങ്ങനെ ഒപ്പിയെടുത്തിട്ട് അത് കുറിച്ച് വെച്ചിട്ട് ഒരു മഹാന്യായവിധി ദിവസം വരുന്നുണ്ട്. ആ സമയത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ദൈവജന നിമിത്തം ദൈവ മക്കളെന്ന നിലയിൽ എത്രയോ ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു, ആലയങ്ങൾ അടയ്ക്കപ്പെടുന്നു, ഏതെല്ലാം നിലയിൽ ദൈവമക്കൾ ഉപദ്രവിക്കപ്പെടുന്നു. ഇതൊന്നും ആരും അറിയുന്നില്ലെങ്കിലും ഇതെല്ലാം നന്നായി അറിയുന്നൊരു കർത്താവ് അതെല്ലാം ഒപ്പിവെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ചോദിക്കുന്നൊരു ദിവസം
ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. അതിനു മുൻപേ അവർക്ക് മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ ദൈവം അവസരവും ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ്. നമുക്കിനിയും വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യം വായിച്ച്. ലാമെന്റേഷൻ ചാപ്റ്റർ 4 verse 21 and 22. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ, സന്തോഷിച്ച് ആനന്ദിക്ക, പാനപാത്രം നിന്റെ അടുക്കലേക്കും വരും. നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു. ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. നോക്കണം, ഒരു സൈഡിൽ സിയോൻ പുത്രിയോട് പറഞ്ഞു, ഇനി നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല, നിന്റെ ശോധനയുടെ കാലഘട്ടം തീർന്നു, നിന്റെ പ്രവാസത്തിന്റെ കാലഘട്ടം തീർന്നു. എന്നാൽ ഏദോമ്യ പുത്രിമാരെ, നിന്നെ സന്ദർശിക്കുവാൻ സമയമായി, നിന്റെ അകൃത്യ നിമിത്തം നിന്നെ സന്ദർശിക്കുവാൻ സമയമായി എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നോക്കുമ്പോൾ തൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിച്ചവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദിനങ്ങൾ, നിമിഷങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഞാൻ നിനക്ക് വേണ്ടി രക്തം, അത് വായിച്ച്. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ ഇസ്രായേലിന്റെ അഥവാ യഹൂദ ജനത്തിന് രക്തം ചൊരിഞ്ഞതിലൂടെ അതിന് ഏദോമ്യർ ഉത്തരവാദികൾ ആണ് എന്ന് ദൈവം ഉറപ്പിച്ചു പറയുകയാണ്. അതിനാൽ നീ ആരുടെ രക്തമാണ് ചൊരിഞ്ഞത്, ആ രക്തത്തിന് പ്രതികാരമായി നിന്നിലൂടെ രക്തം ഒഴുകും. നീ അത് കാണും, നിനക്കിഷ്ടമല്ലാതെ വരും. ആ നിലയിലേക്ക് ഒരു രക്തച്ചൊരിച്ചിലേക്ക് നടത്തുമെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ്. രക്തം നിന്നെ പിന്തുടരും. അവിടെ കുറ്റകൃത്യത്തിന് ശിക്ഷ അവർക്ക് ലഭിക്കും. ഏതോം പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിൻ്റെ പർവ്വതങ്ങളെ കൊല്ലപ്പെട്ടവരെ കൊണ്ട്, നികിതന്മാരെ കൊണ്ട് നിറയ്ക്കുമെന്ന് ദൈവം വളരെ ഉറപ്പായി പറയുകയാണ്. അതിന് 9-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും, നിന്റെ പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെ ഇരിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഓക്കെ, നിങ്ങളുടെ പട്ടണങ്ങൾ ആൾപ്പാർപ്പില്ലാതെ കിടക്കും. ന്യായവിധി വളരെ കഠിനമായിരിക്കുന്നതിനാൽ പല ഏദോമ്യ നഗരങ്ങളും ശൂന്യമായി, നിത്യശൂന്യമായി തീരും. പ്രധാന പട്ടണങ്ങളാണ് പെട്രായും തേമാനും. നമ്മൾ വായിച്ചായിരുന്നു ഇവിടെ തേമാനെ കുറിച്ച്. അവർ ഇപ്പോൾ തകർന്നു കിടക്കുന്നു. ഫീൻബർഗ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത് ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ പ്രധാന പട്ടണങ്ങളാകുന്ന പെട്രായും തേമാനും തകർന്നു കിടന്നു, അത് ശൂന്യമായി പോയി എന്ന് പണ്ഡിതനാകുന്ന ഫീൻബർഗ് പറയുന്നുണ്ട്. ഏദോമിന്റെ ശിക്ഷ അവരവരെ നിത്യമാകുന്ന ശൂന്യതയിലേക്ക് നയിച്ചു. കാരണം ഏദോമിന്റെ പാപം നിത്യമായ വെറുപ്പായിരുന്നു, വിദ്വേഷമായിരുന്നു. ഏദോമർ ഒരിക്കലും ഒരു ഇസ്രായേലുമായ സൗഹൃദത്തിനോ അവർ വരുന്നില്ല, അതിനുവേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോഴും വെറുക്കുകയും പീഡിപ്പിക്കുകയും നശിപ്പിക്കുകയും ആ നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് യഹോവ ദൈവം പറഞ്ഞു, അതുകൊണ്ട് നിന്റെ നഗരങ്ങൾ പാഴായും ശൂന്യമായും പോകും, ഒരിക്കലും ഇനി അതിന് പഴയ പ്രതാപത്തിലേക്ക് വരത്തില്ല എന്നതിനർത്ഥം.
പണ്ഡിതന്മാർ പലരും അതിൽ പൂൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്നത് ഇനി ഒരിക്കലും അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഇനിയും വരികയില്ല. നമ്മുടെ ഇന്നുള്ള ഭൂപടം എടുത്തു നോക്കിയാൽ ഏതോ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആ പ്രതാപത്തിലേക്ക് വന്നിട്ടില്ല. ഒരു കാലത്ത് പ്രതാപമായി ഉയർത്തിപ്പിടിച്ചിരുന്ന് തല ഉയർത്തി നിന്നിരുന്ന ഏതോ ഇതൊന്നുമില്ലാതെ ശൂന്യമായി പോയി. എന്നാൽ അതേസമയം അവരുടെ പൂർവ്വവിദ്വേഷം വെച്ച് അവരെ ഉപദ്രവിക്കപ്പെട്ട ഇസ്രായേൽ ഇന്നും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്കിനി 10 മുതൽ 15 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയിത്തിരിക്കാം. യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും, ഞങ്ങൾ അത് കൈവശമാക്കും എന്ന് നീ പറഞ്ഞിരിക്കൊണ്ട് എന്നാണെ നീ അവരോട് നിന്റെ ദ്വേഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും. ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളൊക്കെയും യഹോവയായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. നിങ്ങൾ വായ് കൊണ്ട് എന്റെ നേരെ വമ്പു പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാൻ അത് കേട്ടിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സർവഭൂമിയും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഗൃഹത്തിന്റെ അവകാശം ശൂന്യമായതിൽ നീ സന്തോഷിച്ചുവല്ലോ, ഞാൻ നിന്നോടും അതുപോലെ ചെയ്യും. സേയീർ പർവ്വതവും എല്ലാ ഏദോമുമായുള്ളവേ, നീ ശൂന്യമായി പോകും, ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഓക്കെ, ഈ അധ്യായത്തിൽ ഈ 10-ാം വാക്യം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ 9-ാമത്തെ അവസാനം ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഈ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ 10-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, അവിടെ യഹോവ ഉണ്ടായിരിക്കെ സൃഷ്ടിതാവായ ദൈവം ഒന്ന്, 2 ഇസ്രായേലിൻ്റെ ഇടയനായ ദൈവം, ഇസ്രായേലിനെ നടത്തുന്ന ദൈവമാകുന്ന യഹോവ ഉള്ളപ്പോൾ ഏതോ ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണത്. ഈ 2 ജാതികളും ഈ 2 രാജ്യങ്ങളും എൻ്റേതായിരിക്കുമെന്നോ ഏതോ ഒരു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ബാബിലോൺ സൈന്യം യഹൂദയ്ക്കും യെരുശലേമിനും എതിരെ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഈ നാശത്തിൻ്റെ അവസ്ഥ, അധപ്പതനത്തിൻ്റെ അവസ്ഥയിലൂടെ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന തരം നോക്കി, ആ തക്കം നോക്കി അവർ അവരുടെ ആധിപത്യം ഒന്ന് വികസിപ്പിക്കുവാൻ അവർ നോക്കിയാണ്. അവരുടെ ആധിപത്യം ഒന്ന് വികസിപ്പിക്കുക, അത് കഴിയുമെന്ന് ഏദോമിൽ വിശ്വസിച്ചു. കാരണം യഹൂദ നഗരവും യെരുശലേം നഗരവും ശൂന്യമായി പോയി, അവിടെ ആരുമില്ല. ഇനി അതൊട്ട് നന്നാകാനും പോകുന്നില്ല. ഇനി അവിടെ കൗമാരാരും വരാനും പോകുന്നില്ല. അവർ കുറച്ചെണ്ണം പ്രവാസികളായി പോയി, ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നു. ഇനി ഒരുത്തനെ അങ്ങോട്ട് വരുത്തില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇത് ഞങ്ങൾക്കായിരിക്കുമെന്നോ ഏതോമിനിങ്ങനെ സന്തോഷിച്ച് അതിന്മേലിങ്ങനെ കണ്ണും നോക്കിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അതിലൂടെ അവർ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യാം. അമ്മണി ചേച്ചിയുടെ നമ്പർ അതിലൂടെ സാമ്രാജ്യം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ്.
കുറഞ്ഞത് അവരോട് സഹതാപം ഒന്ന് കാണിക്കേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും വിധത്തിലൊരു സഹാനുഭൂതി കാണിക്കേണ്ട സ്ഥാനത്ത് സ്വാർത്ഥ നേട്ടത്തിനായി അവർ ഇസ്രായേലിന്റെ ഈ പ്രതിസന്ധി മുതലെടുത്തിട്ട് അത് സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരേതോമ്യ ജനത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. രണ്ട് രാജ്യങ്ങൾ, രണ്ട് ജനതകൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും അഥവാ യഹൂദയും ഇസ്രായേലുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം ഏതോ ചിന്തിക്കുന്ന യഹൂദയുടെയും ഇസ്രായേലിന്റെ ദേശം ആഗ്രഹിച്ചു. അസീറിയക്കാർ ഇസ്രായേൽ ദേശത്തു നിന്നും വന്നതിനെ നിരോധിച്ചു. അവരെ അവിടെ എന്നേക്കുമായി പുറത്താക്കി. ബാബിലോൺകാർ വന്നിട്ട് യഹൂദ ദേശം നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ജനത്തെ എല്ലാം കൊന്ന് നശിപ്പിച്ച് ജനവാസമില്ലാത്തതാക്കി. അപ്പൊ രണ്ടും ഇങ്ങനെ കിടക്കുമ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്നത് ഇത് നമുക്കിത് പിടിച്ചെടുത്ത് നമ്മുടെ രാജ്യം ഒന്ന് വിസ്തൃതമാക്കാം എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. യഹൂദന്മാരെ താൽക്കാലികമായി ദേശത്തു നിന്ന് പുറത്താക്കിയെങ്കിലും യഹോവയായ ദൈവം അവിടെ ഉണ്ട് എന്നൊരു സത്യം ഏദോമ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സെഖര്യാവിന്റെ പുസ്തകം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ ദൃഷ്ടി എപ്പോഴും ആ ദേശത്തിന്മേലിരിക്കുന്നു. അത് ശൂന്യമായി പോയപ്പോൾ രാജ്യവും രാജാക്കന്മാരും പുരോഹിതന്മാരും ആലയം ഒന്നുമില്ലാതെ വന്നപ്പോൾ ആളുകൾ ചിന്തിച്ച് ഇത് നമുക്ക് കൈവശമാക്കാമെന്ന് കണ്ണും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിന്മേൽ അവകാശമുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ദൃഷ്ടി അതിന്മേലുള്ളത് കൊണ്ട് ഏദോമ്യർക്ക് അതിനെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. ഏദോമ്യർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വായിക്കുന്നത് യഹോവയെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് അവകാശം സാധിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ യഹോവയെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരത് മറന്നുപോയി. യഹോവയായ ദൈവം തൻ്റെ ദേശത്തെ അവരിൽ നിന്ന് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏദോമിന്റെ കോപത്തിനും ഇസ്രായേലിനോടുള്ള അവരുടെ അസൂയയ്ക്കും ദൈവം ഉത്തരം നൽകുമെന്ന് ഈ ഭാഗത്ത് വളരെ ഉറപ്പായി പറയുകയാണ്. കാരണം അവരുടെ കോപം, അവരുടെ അസൂയ, അവരുടെ വെറുപ്പ് ഇതെല്ലാം അവിടെ പ്രകടമാകുന്നുണ്ട്. ഏതെങ്കിലും രാജ്യമോ ജനങ്ങളോ ഇസ്രായേലിനും ദൈവിക ഉദ്ദേശത്തിനും എതിരായി നിലകൊള്ളുമ്പോൾ അവർക്ക് നിത്യമാകുന്ന ശൂന്യതയാണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. ഏദോമിന് ഇസ്രായേലിന്റെ കാര്യത്തിൽ എന്ന പോലെ അവർ സഹോദരന്മാരായിരിക്കേണ്ടവരാണ്. ഏദോമിനും ഇസ്രായേലിനും ഇന്ന് നോക്കുമ്പോഴും ഈ കാലഘട്ടത്തിലും പലരും പല അയൽ രാജ്യങ്ങളും നോട്ടം വിട്ടിരിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെയാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് കൈവശമാക്കണം. അതവിടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി ചുറ്റുപാടും കിടക്കുന്ന സകല ജാതികളും ഒന്നോടൊന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചരിത്രം വരെ അവർ മാറ്റി എഴുതി. അതിൻ്റെ ബൗണ്ടറി അവർ മാറ്റി. അവരുടേതായിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും പേര് പോലും ഉച്ചരിക്കാത്ത നിലയിൽ അതെല്ലാം അവർ മാറ്റി. എന്നാൽ ഇന്ന് രാത്രി ഓർത്തുള്ള ദൈവത്തിന്റെ ദൃഷ്ടി തൻ്റെ ജനത്തിന് മേലിരിക്കുന്നു.
അതുകൊണ്ട് ആവർത്തന പുസ്തകം ഇങ്ങനെ വായിക്കുന്ന, ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവജനത്തിന് വേണ്ടി അവകാശപ്പെട്ടിരിക്കുന്ന അവകാശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിപ്പുണ്ട്. അതാണ് മറ്റൊരു സങ്കീർത്തനക്കാരൻ, നീതിമാന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി വാഗ്ദത്തമായി ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നമുക്കുള്ള അവകാശങ്ങളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ അധീനതയിലാണത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കും, നമ്മുടെ അവകാശത്തിന്മേൽ പിശാച് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്, പിശാച് അത് കൊടുക്കാതിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ അവകാശത്തിന് മേൽ ഒരുത്തനും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവരിങ്ങനെ അപ്പുറം ഇപ്പുറം നിന്ന് പറയും, അത് ഞാൻ പിടിച്ചെടുക്കും, അത് ശൂന്യമായി പോയി, അവിടെ ഇനി ആരും വസിക്കത്തില്ല, അതിനിയും വളർന്നു വരത്തില്ല എന്നൊക്കെ ചുറ്റുപാടും ഇരുന്ന് പലരും പറയുമ്പോഴും ഓർത്തുകൊള്ളണം, അതിൻ്റെ മേൽ അവകാശമുള്ളവനാണ് നിനക്ക് തന്നിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേലുണ്ട് എന്ന് രാത്രിയിൽ നിങ്ങൾക്ക് എത്ര പേര് വിശ്വസിക്കാൻ കഴിയും? ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശമായി തന്നിരിക്കുന്ന അവകാശത്തിന് മേൽ അത് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷേ ഏദോമിന് പറഞ്ഞതുപോലെ ചില താൽക്കാലികമാകുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ചിന്തിക്കും, ഇതോട് അവസാനിച്ചു, ഇതോടുകൂടെ തീർന്നു, ഇനി അവൻ ഉയരുകയില്ല, ഇനി അവൻ മുൻപോട്ട് വരികയില്ല എന്ന് ഏദോമിന് പറഞ്ഞതുപോലെ നമ്മെ കണ്ടും പലരും പറയുന്നുണ്ടായിരിക്കാം. ഇനി അവൻ ഉയരുകയില്ല, അതവിടെ കൊണ്ട് തീർന്നു, ഇനിയും മുൻപോട്ട് പോകത്തില്ല, അത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തുള്ളത്, വിളിച്ചിറക്കിയ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇത് നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഇരിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു കൊടുത്ത വാഗ്ദത്ത വചനം, ഉറപ്പിച്ചു കൊടുത്ത അവകാശം, അത് 430 വർഷക്കാലം പ്രവാസത്തിൽ പോയാലും 70 വർഷം പ്രവാസത്തിൽ പോയാലും AD 70 മുതലുള്ള സകല വർഷങ്ങളും വിവിധ രാജ്യങ്ങൾക്ക് ചെതറിപ്പോയാലും ശരി, ലോകത്തിൽ ഇനി ഇല്ല എന്ന് ലോകം വിധി എഴുതിയാലും അതിന് മേൽ യഹോവയുടെ ദൃഷ്ടിയിരിക്കുന്നു. അത് തൻ്റെ ജനത്തിന് ദൈവം അത് കൊടുക്കും. അങ്ങനെയെങ്കിൽ നിനക്ക് അവകാശപ്പെട്ടിരിക്കുന്ന അവകാശത്തിന് മേൽ അപ്പുറവും ഇപ്പുറവും ആരെന്തെല്ലാം പറഞ്ഞാലും അത് നഷ്ടപ്പെടുകയില്ല. അതിനുമേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്. ദൈവം അതിന് സമയമാക്കുമ്പോൾ ആ അവകാശം നിനക്ക് ശാശ്വത അവകാശമായി നമുക്ക് തരും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഇരിപ്പിൽ നിന്ന് സ്തോത്രം പറയാൻ നിങ്ങൾ എത്ര പേർ റെഡിയാകുന്നു? നമുക്ക് വിളിച്ചു പറയാം, എൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. എൻ്റെ അവകാശത്തിന്മേൽ ദൈവത്തിൻ്റെ ചെങ്കോൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ഉറച്ചു വിശ്വസിക്കാം. നമുക്ക് ഈ വചനത്തിൽ നമുക്ക് ഉറപ്പായി പറയാം, എനിക്കുള്ള അവകാശം ദൈവത്തിൻ്റെ ദാനമാണ്, അതിന്മേൽ ദൈവത്തിന് ദൃഷ്ടിയിരിക്കുന്നു എന്ന് രാത്രിയിൽ ഉറച്ചു വിശ്വസിക്കാം. ഏതോ ആകപ്പാട് ചിന്തിച്ചു, എന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അവസാനത്തെ ആ 14-15 വാക്യം പറഞ്ഞ് ഈ നമുക്ക് ചിന്ത നിർത്താം. ആ 14-15 വാക്യം വായിച്ച്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സർവഭൂമിയും സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ശൂന്യമാക്കും,
ഇസ്രായേൽ ഗൃഹത്തിന്റെ അവകാശം ആ. ശൂന്യമായതിൽ നീ സന്തോഷിച്ചുവല്ലോ. ആ ഞാൻ നിന്നോടും അതുപോലെ ചെയ്യും. ആ സേയീർ പർവ്വതവും ആ. എല്ലാ ഏദോമുമായുള്ളവേ, ആ നീ ശൂന്യമായി പോകും. ആ ഞാൻ യഹോവയെന്ന് അവർ അറിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, നീ ഇസ്രായേലിന്റെ ശൂന്യത കണ്ട് സന്തോഷിച്ചിട്ട് അത് പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചില്ലേ എന്ന് പറയുന്നു. നീ ശൂന്യമായി പോകും, എന്നിട്ട് മറ്റുള്ളവർ അത് കണ്ടു സന്തോഷിക്കും. ഇസ്രായേലിലെ ശൂന്യതയിൽ ഏദോം സന്തോഷിച്ചതിനാൽ ഏദോമിനെ നിന്റെ ശൂന്യതയിൽ ലോകം അതിൽ സന്തോഷിക്കും. ലോകം മുഴുവനും അത് കണ്ട് സന്തോഷിക്കും നിന്റെ ശൂന്യത. ദൈവത്തിന്റെ ന്യായവിധി സത്യമാണ്. ശിക്ഷകളൊക്കെ ദൈവത്തിന്റെ ശിക്ഷകളെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് അനുയോജ്യമാണ്. ഇവിടെ പറഞ്ഞു നിർത്തി, ഞാൻ യഹോവയാണെന്ന് അവർ അറിയും. ഏദോമിനെ കുറിച്ചുള്ള തന്റെ ന്യായവിധിയിലൂടെ ദൈവം ഇസ്രായേലിനെ നിരീക്ഷിക്കുന്നു. ലോകത്തിനും ഇസ്രായേലിനും ഏദോമ്യരുടെ നടുവിൽ യഹോവയായ ദൈവം ആരാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് വെളിപ്പെടുത്തും. അതിലൂടെ ജനം അറിയുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. അതിന് അവസാന ഭാഗം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, സെയീർ പർവ്വതവും എല്ലാ ഏദോമിനുമായി നീ ശൂന്യമായി പോകും. ഇസ്രായേൽ ഗൃഹത്തിന്റെ അവകാശം ശൂന്യമായത് നീ സന്തോഷിച്ചു, എന്നാൽ അവരുടെ അവകാശം ശൂന്യമായി പോയിട്ടില്ല. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പറഞ്ഞത് ദൈവം അവർക്ക് തന്നെ കൊടുത്തു. ഇന്ന് രാത്രിയിൽ എനിക്ക് കേൾക്കുന്ന ദൈവജനത്തോടെ ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പായി പറയുന്നു, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും ഉണ്ടാകുന്ന സകല വഴി തടസ്സങ്ങളും എല്ലാം അതിലൂടെ യഹോവയായ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയും നമ്മുടെ അവകാശം നമുക്ക് തന്ന് നമ്മളെ തൃപ്തി വരുത്തുന്നൊരു ദൈവമാണ്. നമ്മുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. മക്കൾ യഹോവ നൽകുന്ന അവകാശവും അവൻ നൽകുന്ന ഉദരഫലവും അവൻ നല്ല പ്രതിഫലമാകിയാൽ, അങ്ങനെയെങ്കിൽ മക്കൾ യഹോവ തരുന്ന അവകാശമാകിയാൽ ഇതിനകത്ത് വിശ്വസിക്കാൻ നമ്മുടെ തലമുറയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ദൈവം നമുക്ക് തരുന്ന ആത്മീക നന്മകളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ദൈവം നമുക്ക് തരുന്ന ഭൗതിക നന്മകളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ലെന്ന് ഈ രാത്രി വിളിച്ചു പറയാം. നിന്നെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഏദോമ്യരുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തകൾ കൊണ്ട് നിന്നെ മൂടുന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഈ അവകാശം ദൈവം തന്നതാകിയാൽ ഇതിനുമേൽ ഒരു ചെങ്കോല് വിരിക്കത്തില്ല. ഇതിനുമേൽ ദൃഷ്ടി ഇരിപ്പുണ്ട്. യഹോവയുടെ ദൃഷ്ടി ഒരു AI ക്യാമറ പോലെ ഇരിപ്പുണ്ട്. അത് നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതെനിക്ക് തിരികെ നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഈ ദൈവത്തിൽ മുറുകെ പിടിക്കാം. യഹോവയെ ദൈവം ആരാണെന്ന് അവൻ വെളിപ്പെടുത്തു ദൈവമാക്കിയാൽ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.